എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ബാലനോട് ആ കാര്യങ്ങളൊക്കെ മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ബാലൻ പറഞ്ഞു, എങ്കിലും ഞാനത് ചോദിച്ചിട്ട് തന്നെ ഉള്ളെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ശ്രീദേവി എന്ത് ചെയ്യണം, പ്ലേറ്റ് മാറ്റുകയാണ്. ശ്രീദേവി പറഞ്ഞു, അയ്യോ ബാലച്ച, അതെ പോയി ചോദിക്കുകയും ചെയ്യരുതെന്ന് പറയണം. ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ദേവിമോളെ, ചോദിക്കുക തന്നെ വേണമെന്ന് പറയാം. അതെ ബാലച്ചൻ പോയി ചോദിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കില് ഞാൻ പറഞ്ഞിട്ടാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്നോടായിരിക്കും ദേഷ്യം എന്ന് പറയാം. ശ്രീദേവി നൈസ് തടി വരാൻ ശ്രമിക്കുകയാണ്. കാരണം ചോദിച്ചോട്ടായത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തന്റെ പേര് അവിടെ പറയാനും പാടില്ല. ഇത് കേട്ടിപ്പോ ബാലൻ പറഞ്ഞു, ആ കാര്യത്തില് ദേവമോള് പേടിക്കൊന്നും വേണ്ട, ഞാൻ അതൊന്നും പറയാനൊന്നും പോകുന്നില്ല. മോള് പറഞ്ഞതെന്നൊന്നും ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക, മോൾ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ബാലൻ വീട്ടിലേക്ക് വരുവാ. ബാലൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ, ബാലേട്ടൻ വന്നോന്ന് ചോദിക്കുവാണ്. പിന്നെന്താ, ഞാൻ എന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് കരുതിയോ? ഓ, അപ്പൊ നിന്റെ മനസ്സിലെ വിചാരം അതായിരുന്നില്ലേ, ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന്. എന്താ ബാലേട്ട എഴുതാപ്പുറം ഒക്കെ വായിക്കണേ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല ഇതൊന്നും. ബാലേട്ടൻ എന്നെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്ന് ചോദിക്കാം. ഇല്ലാത്ത കാര്യങ്ങളല്ല, നിന്റെയൊക്കെ മനസ്സിലിരിക്കപ്പോ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവണേന്ന് ചോദിക്കുക. അല്ല, ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്തിയേ? ഒരു മീനാക്ഷി, മിത്ര എന്നൊക്കെ പറഞ്ഞും അലറുവാണ്. അങ്ങനെ അലറിയപ്പോഴത്തേനും അങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ വരുവാണ്. ആകാശും ആരും ധർമ്മനും എല്ലാവരും കൂടെ വരുവാണ്. അപ്പോഴേക്കും ശ്രീദേവിയും കയറി വന്നു. പിന്നീട് ബാലൻ പറഞ്ഞു, അല്ല ഇവിടെ എല്ലാം തോന്നിയാസമാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്ത് തോന്നിയാസം? അവിടെ ആര് തോന്നിയാസം കാണിച്ചെന്നാ പറയണേ? പിന്നീട് മീനാക്ഷിയുടെ മിത്രയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും കൂടി മനുഷ്യരെ നാണം കെടുത്താനായിട്ട് മനപ്പുറം കച്ചകിട്ട് ഇറങ്ങിയിരിക്കും അല്ലേന്ന് ചോദിക്കുക. ബാലേട്ടാ, ബാലേട്ടൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. പെട്ടെന്ന് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം പൊറോട്ട കഴിച്ച് വല്ല കാര്യമാണോ അളിയാ? അത് ഇന്നലത്തെ കാര്യമില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലതിരിക്കുക. അവന്റെ ഒരു പൊറോട്ട ഒറ്റ എണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ, കടന്ന് പോയിക്കുക എന്റെ മുന്നീന്ന്. ഈ അളിയൻ ഇത് എന്ത് പറ്റി? ചുമ്മാ വന്ന് കിടന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നു, ഒരു കാര്യമില്ല എന്ന് പറയണം. ഗോമതി പറഞ്ഞു, ബാലേട്ടാ എന്തേലും ഉണ്ടെങ്കിൽ വളച്ചു കിട്ടില്ല, നേരെ കാര്യം പറ, അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ കാര്യം പറഞ്ഞാ ഞങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവണമെന്ന് ചോദിക്കാം. അപ്പം നിനക്കൊന്നൊന്നും അറിയത്തില്ലല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ പറയാതെ ഞങ്ങൾ എങ്ങനെയാ ഗണിച്ചറിയോന്ന് ചോദിക്കുക. എന്നാ കേട്ടോ, ഇവിടെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞോന്ന് ചോദിക്കുകയാണെ ഈ മിത്ര. ഇത് കേട്ടതും ഗോമതിയുടെ ഞെട്ടലുണ്ടായി. മീനാക്ഷിയും മിത്രയും ഞെട്ടി. ആ സമയത്ത് ആകാശ് ചോദിച്ചു, ട്യൂഷനോ? ഓ, അപ്പൊ നീയും ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുക. നിന്റെ ഭാര്യയാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, അപ്പൊ നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുക. അപ്പം നിന്നോടും പറയാതെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് തന്ത്രം വരുന്നല്ലേ അത്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ടായി ഇത്ര ബാലേട്ടൻ ദേഷ്യപ്പെടുന്ന കാര്യം എന്താ? ദേഷ്യപ്പെടുന്ന എന്താന്നോ? ഈ കുടുംബത്തിലെ ആരാണ് ഞാനെന്ന് ചോദിക്കുക. നിനക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക ഞാൻ ആ കടയിൽ കിടന്ന്. അങ്ങനെ കഷ്ടപ്പെട്ടാൽ മതിയോ? ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊന്നും ഞാൻ അറിയണ്ടേ? ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ ആണാന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നേ? കുടുംബനാഥനാണ് പോലും കുടുംബനാഥൻ. എന്നിട്ടോ ഒരു കാര്യമെങ്കിലും എന്നോട് പറയുന്നുണ്ടോന്ന് ചോദിക്കാം. എനിക്കിവിടെ പിന്നെ എന്താ വില ഉള്ളതെന്ന് ചോദിക്കുക. നിനക്കൊക്കെ തോന്നിയാസം തന്നെ ഇഷ്ടപ്രകാരം ചെയ്യാനാണെങ്കിൽ നീയൊക്കെ തന്നെ അതും കൂടെ ചെയ്താൽ പോരെ, പിന്നെ ഓരോ കാര്യത്തിനും എന്റെ മുന്നിലേക്ക് വരുന്ന എന്തിനാടി എന്നൊക്കെ ചോദിക്കുക. ഗോമതി, അത് പിന്നെ ബാലേട്ടാ ട്യൂഷന്റെ കാര്യമാണെങ്കിൽ അത് പറയാനായിട്ട് ഇരിക്കുവായിരുന്നറേ. എന്ത് പറയാനായിട്ട്? അല്ല, അത് സമയം ആയില്ല, സമയം പറയാൻ ഓർത്തിരിക്കുവായിരുന്നു. ഓ, സമയമാവാനായിട്ട് അന്നൊരു കാര്യം ചെയ്യുക, നീ പോയി ജോൾസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കുക, എന്നിട്ട് ആ സമയം നോക്കി എൻ്റെ അടുത്തേക്ക് വന്ന് പറ, അതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് പറയാം. അപ്പൊ അതിനു വേണ്ടി നീ കാത്തിരുന്നായിരിക്കും അല്ലെ ഗോമതി എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ട അതല്ല, ഇന്നലെ പറയണമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോ ബാലേട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ട്. ഓ, അതുകൊണ്ട് എന്റെ ദേഷ്യക്കേടൊക്കെ നോക്കിയിട്ടാണല്ലോ നീ ഓരോ കാര്യങ്ങളും എന്നോടൊന്ന് പറയാറുള്ളത് അല്ലേടെന്ന് ചോദിക്കുക. പിന്നീട് നേരെ മിത്രയുടെ അടുത്തേക്ക് തിരിഞ്ഞു. മിത്രയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ ട്യൂഷൻ വേണ്ടാന്ന്? ഒന്നും തന്നെ ഞാൻ വിലക്കിയതല്ലേ, പിന്നെ നീ എന്ത് ധൈര്യത്തിലടി വീണ്ടും ഇവിടെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുക. ഓ, ഇവിടെ അല്ലല്ലോ, നീ ഹോം ട്യൂഷൻ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ അല്ലേ? നിനക്ക് നാണം ഉണ്ടോടി? നീ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിന്നെ ട്യൂഷൻ എടുക്കാൻ വിടിയിച്ചിട്ട് ഞാൻ ഇവിടെ സൂചിച്ച് കയറിയെന്ന് തിന്നുവാണ്? അത് പറയിക്കാൻ വേണ്ടിയിട്ടല്ല നീ ഇതൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അയ്യോ അങ്കളെ, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ലെന്ന് പറയാ, നീ കൂടുതലൊന്നും കരുതണ്ട. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ഇപ്പൊ ട്യൂഷൻ എടുക്കാൻ പോയെന്നോർത്ത് എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. ഓ, വന്നല്ലോ, ഞാൻ ഓർക്കും ഇത്ര സമയം എന്താ മിണ്ടായിരുന്നേന്ന്. എടാ, നിനക്ക് നാണം ഉണ്ടോടാ? 100-101 സ്വർണം കൊണ്ടേ കട്ടുമുടിപ്പിച്ച് തിന്നിട്ടും വന്നിട്ട് അവൻ ന്യായം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടുമെന്ന് പറയണേ. ധർമ്മം പറഞ്ഞു, അളിയാ ട്യൂഷൻ എടുക്കുന്നതോടെ നല്ല കാര്യമല്ലേ, നീ ഇതിൻ്റെ അകത്ത് കയറി ഇടപെട്ടിട്ടുണ്ട് നിന്റെ മോന്തേനെ അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പിന്നെ ഒന്നും മിണ്ടിയില്ല.
ബാലൻ മിത്രോട് നിനക്ക് എന്തിന്റെ കേടാന്ന് ചോദിക്കുക. നിനക്ക് ഇവിടെ ഉള്ള കഞ്ഞിയും കുടിച്ച് മര്യാദയ്ക്ക് ഇരുന്നാ പോരെ, നീ പഠിക്കാൻ പോകുന്നില്ലേ അത് പോരെ, നീ പിന്നെ മനുഷ്യനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കിടത്താണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. അത് പിന്നെ അങ്കിളെ ഞാൻ പറഞ്ഞല്ലോ, ആരിനൊരു ഹെൽപ്പായിട്ട്, ആരിന് ഹെൽപ്പ് നീ ട്യൂഷൻ എടുത്തിട്ട് വേറെ വല്ലതും പറ വച്ചേ, വെറുതെ മനുഷ്യനെ തമാശ പറയാനിട്ട് 10, 200, 300 രൂപയ്ക്ക് പോയി ട്യൂഷൻ എടുത്തിട്ട് അവളിപ്പോ ഒരു കൊട്ടാരം പണിയായിട്ട് അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷിക്കും ഭയങ്കര സങ്കടം വന്നു. പിന്നീട് ബാലൻ നേരെ മീനാക്ഷിക്ക് നേരെ തിരിവാണ്. നീ ആരാന്ന് നിന്റെ വിചാരം എന്ന് ചോദിച്ചു. മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. അല്ല, നീ ഇവളുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെയാ ഇവിടെ കളിക്കുന്നേ ചോദിക്കുക. നിനക്ക് കുറച്ച് ബുദ്ധിയും ബോധം എന്നതാണ് ഞാൻ കരുതിയത്. ഒന്നുമില്ലേലും നീ പ്രായത്തിന് മൂത്തല്ലേ, ഇവൾ എന്തേലും ഇങ്ങനെയുള്ള വയ്യാവലികളൊക്കെ ഒപ്പിച്ചോട് വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, അതിന് തടയേണ്ട ആളല്ലേ നീ. അവിടെ നീ എന്താ ചെയ്തേ, എല്ലാത്തിനും ഇവളെ കൂട്ടിപ്പിടിച്ച് ഒത്താശ ചെയ്ത് കൊടുത്തില്ലേ, നീ എല്ലാത്തിനും കാരണം എന്ന് പറയാം. ഇത് കേട്ടപ്പോ തന്നെ മീനാക്ഷി കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്ന് ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയോ അന്ന് തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. വലതുകാലം വെച്ച് കയറിയപ്പോ തൊട്ട് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ എവിടെയൊക്കെ ഉള്ളവരെ അനുസരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നിന്റെ വരവോട് കൂടിയിട്ട് അത് മൊത്തം മാറി. ഞാൻ പറഞ്ഞാൽ പോലും ഗോമതി പോലും അനുസരിക്കില്ലെന്നായി. എല്ലാത്തിനും ആണിക്കല് നീയാ, നീ ഒറ്റയൊരുത്തിയ കാരണം എന്ന് പറയണം. മീനാക്ഷിക്ക് സങ്കടം വന്നു. മീനാക്ഷി അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അകത്തേക്ക് കയറി ഓടുവേണം. പിന്നീട് ബാലൻ ചെന്ന് മിത്രോട് പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ട്യൂഷനാന്നും പറഞ്ഞോണ്ട് ഈ വീടിന്റെ പടി കടന്നിട്ടുണ്ടെങ്കിൽ ഈ ബാലനാരാ നീയൊക്കെ അറിയും. വെറുതെ വെച്ചേക്കുമല്ലേ നിന്നെയൊന്നും, ബാക്കി വെച്ചേക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. മിത്രയ്ക്ക് സങ്കടമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നു ഓർത്തില്ല. ഈ സമയത്തല്ല ശ്രീദേവിയിലൊരു ഞെട്ടലുണ്ടായിരുന്നു. ശ്രീദേവിക്ക് ഇത്രയും പ്രതീക്ഷയില്ല. ശ്രീദേവി ഓർത്ത്, എന്റെ ദൈവമേ, താനെങ്ങാനും ഇനി പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ പപ്പും പൂടം പറിച്ചെടുക്കുന്നുള്ള കാര്യവും ഉറപ്പായി. എങ്ങാനും ഇതായാലും അമ്മയുടെ കാതിലോ മിത്രയുടെ കാതിലോ അവളുടെ കാതിൽ ആരുടെയും കാതിൽ എത്തിയാൽ മതി. അതോടുകൂടി തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഈ സമയം മീനാക്ഷി മുറിയിലേക്ക് പോയിരുന്നു വാവിട്ട് നിലവിളിക്കണം. മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിന് നന്മയെ കരുതിയിട്ട് ഓരോന്ന് ചെയ്തിട്ടുള്ളൂ. ഇന്ന് വരെ ആർക്കും നാശം വരണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മീനാക്ഷി കരയണ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് വന്നു. ആകാശ് വന്നിട്ട് ചോദിച്ചു, എന്താ മീനു ഇത്, നീ എന്തിനാ കരയണെന്ന് ചോദിക്കാം. മീനാക്ഷിക്ക് സങ്കടം അടക്കാൻ പറ്റില്ല. നമുക്ക് വരെ സങ്കടം വന്നു. അത്രയൊക്കെ ഇരുന്ന് കരയാണ്. മീനാക്ഷി പറഞ്ഞു, ആകാശേ സത്യം പറ, ഞാൻ ഈ കുടുംബത്തിലേക്ക് വലതുകാലം വെച്ച് കയറിയതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മീനു, അച്ഛൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നോർത്തോണ്ട് നീ എന്താ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല സത്യം പറ, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി. നീ കാരണക്കാരി ഒന്നുമല്ല, അച്ഛൻ പറഞ്ഞ് തെറ്റാന്ന് പറയാ. പക്ഷെ എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. മീനു പറഞ്ഞു, ഞാൻ കരുതിയത് ഈ വീട്ടിലേക്ക് വരണ സമയത്ത് നമ്മള് കല്യാണം കഴിച്ച അച്ഛന് ഇഷ്ടപ്പെടായി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതൊന്നും അല്ല. നമ്മൾ തമ്മിലുള്ള വിവാഹമല്ല അച്ഛന് പ്രശ്നം, എന്നെയാണ് അച്ഛന് ഇഷ്ടമില്ലാത്ത. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല, ഈ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നുന്നില്ല. എനിക്ക് എങ്ങോട്ടേലും പോകാനായിട്ട് തോന്നുന്നു ആകാശേ. എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ മീനു, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് മീനുവിനെ ചേർത്ത് പിടിക്കണം. മീനു പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ആകാശേ. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? മിത്രയ്ക്കൊരു ആപത്ത് വരുമ്പോൾ അവളെ സഹായിക്കാണ്ട് തുനിഞ്ഞു. ഒരു ട്യൂഷൻ എടുക്കുന്ന പറഞ്ഞാൽ നല്ല കാര്യമല്ലേ, 2 കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാല് അത് പൈസയേക്കാളുപരി അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കരുതുന്നവളാ ഞാൻ മനഃപൂർവ്വം ആരെ ദ്രോഹിക്കാനായിട്ട് ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല, അറിയാലോ. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, എനിക്കറിയാം മീനു നിന്റെ അവസ്ഥ എന്താന്ന്. നീ വലിയ കുടുംബത്തിൽ ജനിച്ച് നല്ല രീതിയിൽ ജീവിച്ച പെണ്ണാ. ആ ഒരു പ്രതീക്ഷയോട് കൂട്ടാ നീ ഇങ്ങോട്ട് വന്നേ. പക്ഷെ എന്നാലും നീ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാ ശ്രമിച്ചേ. ഇന്ന് വരെ നീ ഒരു പരാതിയോ പരിഭവങ്ങളോ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കില് എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദനയും വിഷമം എന്താന്ന്. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ നിനക്കെന്നല്ല ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടത് മീനു പറഞ്ഞു, അത് ശരിയാ ആകാശേട്ടാ, പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ വിധി ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനു സങ്കടപ്പെട്ട് കഴിയുമ്പത്തേനും ആകാശം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം മുറിയിലേക്ക് വരുവാണ് ഗോമതി. ഗോമതി വന്നിട്ട് ചോദിച്ചു, അല്ല ബാലേട്ടൻ ചെയ്ത് ശരിയാന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്ത് ഈ പറഞ്ഞൊക്കെ? എന്താ ഗോമതി, നിനക്ക് ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടില്ലെന്ന് അല്ല, ബാലേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ ഗോമതി? നിനക്കറിയായിരുന്നു നിനക്ക് എങ്കിലും എന്നോട് ആ കാര്യം പറഞ്ഞു വിടാനും ചോദിക്കാം. അതിന് ബാലേട്ടൻ ഒരു സമയം തന്നോ? ഇന്നലെ വൈകുന്നേരം പറയാന്നൊരുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേട്ടന് വൈകുന്നേരം വന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലല്ലായിരുന്നോ? ആ ദേഷ്യപ്പെടുന്ന സമയത്ത് ബാലേട്ടനോട് ട്യൂഷന്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ സമ്മതിക്കുന്നോ തോന്നുന്നുണ്ടോ? ബാലേട്ടന്റെ സ്വഭാവം ആരെക്കാളും കൂടുതലായിട്ട് എനിക്കറിയാലോ. ഞാൻ ഇന്നലെ അല്ലല്ലോ കാണുന്നതെന്ന് പറയാം. കേട്ടപ്പോ ബാലനൊന്നും മിണ്ടിയില്ല. പിന്നെ ബാലേട്ടൻ എന്താ പറഞ്ഞത്? വെറുതെ കുറ്റപ്പെടുത്തി ആ മീനാക്ഷിയും മിത്രയെ. അതിന് മാത്രം തെറ്റ് അവരെന്താ ചെയ്തേ? മിത്ര വലിയ കുറ്റം ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ആരിനെ സഹായിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്തേ.
ഓ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് അവള് നാണമുണ്ടോ ഗോമതി നിനക്കൊന്ന് പറയാന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ബാലേട്ടൻ ചെയ്ത് ശരിയാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പറയായിരുന്ന തെറ്റ് തന്നെയാ ട്യൂഷന്റെ കാര്യം, പക്ഷെ അത് പറയുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ബാലേട്ടൻ തോക്കി കയറി വെടിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഈ ബാലേട്ടൻ പറഞ്ഞോണ്ടല്ലോ അത് മഹാ മോശക്കേടായി പോയി. നേരത്തെ ഗോമതി ബാലന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഗോമതിക്ക് ആ ധൈര്യം കൊടുത്ത മീനാക്ഷിയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയണം, നമ്മൾ മനസ്സിൽ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. പിന്നീട് ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇപ്പൊ ഈ കാണിച്ചോണ്ടല്ലോ ഇത് വളരെ മോശക്കേടായിട്ടൊരു കാര്യമാണ്. ഇതിനെ ഒരിക്കലും ബാലേട്ടനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം മീനാക്ഷിയുടെ കരച്ചിൽ കണ്ടപ്പോ എന്റെ നെഞ്ചാ വിങ്ങിയത്. അവളെ ഞാൻ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാ കണ്ടത്, അറിയാലോ. അവൾക്കെന്നല്ല മിത്രയ്ക്ക് ഒരു സങ്കടം വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ബാലേട്ടനെ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഒരു പെറ്റമ്മ എന്ന നിലയിൽ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉം. പക്ഷെ പറയുന്നതിന് ഒരു അറുതിയുണ്ട്. ഇങ്ങോട്ട് മരുമക്കളായെന്ന് കരുതിയിട്ട് അവര് കടന്നു വന്നു പറഞ്ഞോണ്ട് അവരിവിടുത്തെ അടിമകളോ വേലക്കാരോ ഈ ബാലേട്ടൻ പറയുന്നതെല്ലാം കേട്ട് വയ്ക്കാനുള്ള പ്രതിമകളൊന്നും അല്ല, അറിയാലോ. ആ ഒരു വിചാരം വേണം. ബാലേട്ടനെ പേടിച്ചിട്ടോ ഒന്നുമല്ല അവര് മിണ്ടായിരുന്നേ. ബാലേട്ടനൊരു ബഹുമാനം തന്നിട്ട് അവര് മിണ്ടായിരുന്നേ. പക്ഷെ അത് ബാലേട്ടൻ ചൂഷണം ചെയ്യരുത്. ഉം. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗോമതിയുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ബാലിന് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു പോയി. ഗോമതി ഇത്രയ്ക്ക് പറയുമെന്ന് പ്രതീക്ഷയല്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.